എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ ചെയ്തിരുന്ന ജോലികൾ പലതും നിങ്ങൾക്കിപ്പോൾ അത്ര നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഫോക്കസ് പഴയ രീതിയിൽ ഉണ്ടാവുന്നില്ല, കോൺസെൻട്രേഷൻ ഉണ്ടാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? അത്തരം ജോലികൾ നിങ്ങളെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്നതായി തോന്നാറുണ്ടോ? പലരും ചിന്തിക്കുന്നത് ഇത് പ്രായമായതിൻ്റെ അല്ലെങ്കിൽ പ്രായമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമാണ് എന്നാണ്. ഈ പ്രായം കൂടുന്നതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഈ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ, ഈ പറയുന്ന ക്ഷീണം, അതേപോലെ പണ്ടത്തെ പോലെ ഊർജ്ജസ്വലമായി ജോലി ചെയ്യാൻ കഴിയുന്നില്ല എന്നെല്ലാമുള്ള ലക്ഷണങ്ങൾ പലപ്പോഴും ആക്ച്വലി പ്രായത്തിൻ്റേതല്ല. മിക്കവാറും അത് മുൻപ് നിങ്ങൾ അനുഭവിച്ച സമ്മർദ്ദത്തിൻ്റെയും ബേൺ ഔട്ടിൻ്റെയും നാഡീവ്യവസ്ഥയുടെ ആരോഗ്യമില്ലായ്മയുടെയും വിശ്രമത്തിൻ്റെ കുറവിൻ്റെയും നമ്മുടെ തലച്ചോറിൻ്റെ പ്രതിരോധശേഷി കുറയുന്നതിൻ്റെയും എല്ലാം ആഫ്റ്റർ എഫക്റ്റ് ആവാനാണ് കൂടുതൽ സാധ്യത. പക്ഷേ ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മസ്തിഷ്കത്തിന്, അതായത് ബ്രെയിനിന് വീണ്ടും പുനർജനിക്കുവാൻ കഴിയുമെന്നും പല രീതിയിൽ സ്വയം കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ കഴിയും എന്നുമുള്ള യാഥാർത്ഥ്യം. പുതിയ പുതിയ ന്യൂറോണുകൾ സൃഷ്ടിക്കപ്പെടുന്നു, പുതിയ പുതിയ ന്യൂറോ വഴികൾ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ നിങ്ങളുടെ ബ്രെയിൻ കൂടുതൽ പ്രായം കുറയുന്ന അവസ്ഥയിലും അതേപോലെ കൂടുതൽ ശേഷി ഉണ്ടാവുന്ന അവസ്ഥയിലേക്കും നമ്മുടെ ബ്രെയിനിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വിഷയം. അതിന് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം. ഈ വീഡിയോയിൽ നിങ്ങളുടെ തൊഴിൽപരമായ ഭാവിക്കും അല്ലെങ്കിൽ ജീവിതവുമായി ബന്ധപ്പെട്ട ഭാവിയിലേക്കും നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജസ്വലമായ തലച്ചോറും ഊർജ്ജസ്വലമായ ശരീരവും തൊഴിൽ ക്ഷമതയും നിലനിർത്തുവാൻ വേണ്ടി ന്യൂറോ ഫിസിയോളജി അടിസ്ഥാനമാക്കിയ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട 7 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ വീഡിയോ മുഴുവനായും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. മൊത്തം 7 പോയിന്റിൽ 7ാമത്തെ പോയിന്റ് ദിവസവും നിങ്ങളുടെ വാഗസ് നാഡിയെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. വാഗസ് നാഡി എന്നുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ സ്ട്രെസ് റീസെറ്റ് സിസ്റ്റമാണ്. ഈ വാഗസ് നാഡി നല്ലപോലെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ്, ദഹനം, ശ്വാസോച്ഛ്വാസം, വികാര നിയന്ത്രണം, അതേപോലെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഇവയെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്നു. നിങ്ങൾ സ്ട്രെസ് വളരെ കുറവ് അനുഭവിക്കുന്നു എന്നർത്ഥം. ഒരു ഉദാഹരണത്തിന്, ഒരേ പ്രവൃത്തി സമയത്തിനുള്ളിൽ 2 മാനേജർമാർ ജോലി ചെയ്യുന്നു. ഒരാൾ റിലാക്സായി ജോലി ചെയ്യുകയും മറ്റേയാൾ വളരെയധികം സ്ട്രെസ്ഡായി പെർഫെക്ഷനിസ്റ്റായി ജോലി ചെയ്യുകയും ചെയ്താൽ, പെർഫെക്ഷനിസ്റ്റായി ജോലി ചെയ്യുന്ന ആൾ വളരെയധികം മാനസിക സമ്മർദ്ദത്തിലായതുകൊണ്ട് ഇവരുടെ വ്യത്യാസം എന്നുള്ളത് അവരുടെ കഴിവിലല്ല, നാഡീവ്യവസ്ഥയുടെ പ്രവർത്തന രീതിയിലാണ്. എല്ലാ ദിവസവും പലതവണ 2 മിനിറ്റ് വച്ച് 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്യുക, 6 സെക്കൻഡ് പുറത്തേക്ക് വിടുക. മൂക്കിലൂടെ തന്നെ ചെയ്താൽ മതി. 4 സെക്കൻഡ് ഇൻഹേൽ ചെയ്യുക, 6 സെക്കൻഡ് പുറത്തേക്ക് വിടുക, 2 മിനിറ്റ് നേരത്തേക്ക് ആവർത്തിക്കുക. പിന്നീട് 1-2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ 2 മിനിറ്റ് ആവർത്തിക്കുക. വീണ്ടും 1-2 മണിക്കൂർ കഴിഞ്ഞ് 2 മിനിറ്റ് ഇതേപോലെ ആവർത്തിക്കുക. ഇങ്ങനെ തുടർച്ചയായി ചെയ്താൽ നിങ്ങളുടെ വാഗസ് നാഡി ഉത്തേജിപ്പിക്കപ്പെടുന്നു. അതിൻ്റെ ഗുണഫലം നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. 6ാമത്തെ പോയിന്റ്, നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ ഊർജ്ജ വിതരണം കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഏകദേശം 20% ഊർജ്ജവും ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മസ്തിഷ്കമാണ്. പ്രായം കൂടുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അസ്ഥിരത നിങ്ങൾക്ക് ക്ഷീണവും മാനസിക സമ്മർദ്ദവും ബ്രെയിൻ ഫോഗും വർദ്ധിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, പ്രഭാത ഭക്ഷണം ഒഴിവാക്കി കാപ്പി മാത്രം കുടിച്ച് നിങ്ങൾ നിങ്ങളുടെ ദിവസം തുടങ്ങുകയാണെങ്കിൽ കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഊർജ്ജസ്വലനായിരിക്കുമെങ്കിലും ഏകദേശം ഒരു 12 മണിക്ക് ശേഷം നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങും. ഇതിന് പോംവഴിയായി പ്രോട്ടീൻ സമ്പുഷ്ടമായ പ്രഭാത ഭക്ഷണം കഴിക്കുക, മതിയായ വെള്ളം കുടിക്കുക, സമയബന്ധിതമായ മിതമായ ഭക്ഷണക്രമം പരിശീലിക്കുക. ഇവയെല്ലാം നിങ്ങളുടെ മസ്തിഷ്കത്തിനുള്ള എനർജി മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുന്നതാണ്. 5ാമത്തെ പോയിന്റ്, തുടർച്ചയായ ജോലി അല്ല, തന്ത്രപരമായ വിശ്രമമാണ് അത്യാവശ്യം എന്നുള്ളതാണ്. ഉയർന്ന പ്രകടന മികവുള്ള ആളുകൾ തുടർച്ചയായി ജോലി ചെയ്യുന്നവരാണ് എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല.
മസ്തിഷ്കം അങ്ങനെ പ്രവർത്തിക്കുന്നുമില്ല. മസ്തിഷ്കത്തിന് എപ്പോഴും റെസ്റ്റ് ആവശ്യമാണ്. മസ്തിഷ്കത്തിൻ്റെ ഏകാഗ്രതയും ശ്രദ്ധയും തുടർച്ചയായി ഉയരുകയും താഴുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് തുടർച്ചയായി ഫോക്കസ് ചെയ്ത് ഒരേ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാൻ സാധ്യമല്ല. 4 മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയേക്കാൾ ഈ 4 മണിക്കൂറിൽ കൃത്യമായ ഇടവേളകളിൽ റെസ്റ്റ് എടുത്ത് മസ്തിഷ്കത്തിന് റെസ്റ്റ് കൊടുത്ത് ശരീരത്തിന് റെസ്റ്റ് കൊടുത്ത് ജോലി ചെയ്യുന്ന ആൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത് 90-20 മിനിറ്റ് എന്ന 90 മിനിറ്റ് 20 മിനിറ്റ് എന്ന സിമ്പിളായിട്ടുള്ള ഫോർമുലയാണ്. 90 മിനിറ്റ് വർക്ക് ചെയ്യുക, അടുത്ത 20 മിനിറ്റ് നേരത്തേക്ക് ശരീരത്തിനും മനസ്സിനും ഒരു തരത്തിൽ റെസ്റ്റ് കൊടുക്കുക. ഈ സമയത്ത് നടക്കാം, ശരീരം സ്ട്രെച്ച് ചെയ്യാം, ആഴത്തിൽ ശ്വസിക്കാം, പുറത്തിറങ്ങി പറ്റുമെങ്കിൽ പ്രകൃതിയുമായി ഇടപഴകാം. മസ്തിഷ്കത്തിന് വിശ്രമം അത്യാവശ്യമാണ്. 4, പഠനത്തിലൂടെ നിങ്ങളുടെ കോഗ്നിറ്റീവ് റിസർവും ആരോഗ്യവും വർദ്ധിപ്പിക്കുക. ജീവിതകാലം മുഴുവൻ പഠിക്കുന്നത്, ലേണിംഗ് നിങ്ങളുടെ ബേൺ ഔട്ടിന് ഏറ്റവും തന്ത്രപരമായ പ്രതിരോധ മാർഗങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവും. പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുതിയ ന്യൂറൽ കണക്ഷനുകൾ രൂപപ്പെടുന്നു. ഈ ന്യൂറൽ കണക്ഷനുകൾ സ്ഥിരമായി രൂപപ്പെടുമ്പോൾ നിങ്ങളുടെ ബ്രെയിൻ യങ്ങായി നിലനിൽക്കുവാൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ കോഗ്നിറ്റീവ് റിസർവ് വർദ്ധിപ്പിക്കുന്നു. 50 വയസ്സിന് മുകളിലുള്ള ഒരാൾ ഒരു പുതിയ വാദ്യകലയോ പുതിയ ഭാഷയോ പുതിയ സോഫ്റ്റ്വെയറോ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കാത്ത ആളേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സാഹചര്യം നിലവിലുണ്ട് എന്ന് ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നു. എല്ലാ ദിവസവും 15 മിനിറ്റ് എന്തെങ്കിലും പുതിയ കാര്യം പഠിക്കുവാനായി മാറ്റിവെക്കുക. 3, ഉറക്കത്തിന് കാര്യക്ഷമതയുടെ അടയാളമായി കാണുക. മതിയായ ഉറക്കം അത്യാവശ്യമാണ് എന്നർത്ഥം. ഉറക്കം വെറും ഒരു വിശ്രമമല്ല, അത് മസ്തിഷ്കത്തിൻ്റെ അറ്റകുറ്റപ്പണിയാണ്. ഉറക്കത്തിനിടെ മസ്തിഷ്കത്തിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ഓർമ്മകൾ ക്രമീകരിക്കുകയും വികാരങ്ങളെ സന്തുലിതമാക്കുകയും ചെയ്യുന്നു. ഒരേ ജോലിഭാരം വഹിക്കുന്ന 2 പേർ ഉദാഹരണമായിട്ടെടുത്താൽ ഒരാൾ 7.5 മണിക്കൂർ ദിവസവും ഉറങ്ങുന്നു, മറ്റേയാൾ 5.5 മണിക്കൂർ ദിവസവും ഉറങ്ങുന്ന ആളാണെങ്കിൽ ആഴ്ചകൾക്ക് ശേഷം കുറവ് ഉറങ്ങുന്ന ആളുടെ ശരീരത്തിനും മനസ്സിനും ക്ഷീണവും അദ്ദേഹത്തിന് ശ്രദ്ധക്കുറവും അനുഭവപ്പെടും എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് സ്ഥിരമായ ഉറക്ക സമയം ശീലിക്കുക. ഉറങ്ങുന്നതിന് മുമ്പ് സ്ക്രീൻ ഉപയോഗം പരമാവധി കുറയ്ക്കുക. തണുത്തതും ഇരുണ്ടതുമായ മുറി ഉറങ്ങാനായി തിരഞ്ഞെടുക്കുക. 2ാമത്തെ പോയിന്റ്, ശരീരം ചലിപ്പിക്കുക, മസ്തിഷ്കം സംരക്ഷിക്കുക എന്നുള്ളതാണ്. വ്യായാമം മസ്തിഷ്കത്തെ യങ്ങായി നിലനിർത്തുവാൻ, നിങ്ങളുടെ ശരീരത്തെ ഒരു പരിധിവരെ യങ്ങായി നിലനിർത്തുവാൻ സഹായിക്കുന്ന പ്രധാന ഘടകമാണ്. ഇത് മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുകയും ഊർജ്ജപ്രവാഹം വർദ്ധിപ്പിക്കുകയും പ്രോട്ടീനിൻ്റെ പ്രവാഹം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. BDNF എന്ന പ്രോട്ടീൻ മസ്തിഷ്കത്തിൽ കൂടുതലായി ഉണ്ടാവുന്ന പ്രക്രിയയും കൂടിയാണ് ഈ പറയുന്ന വ്യായാമം. BDNF എന്ന പ്രോട്ടീൻ മസ്തിഷ്ക കോശങ്ങളുടെ വളമായിട്ടാണ് പലപ്പോഴും കാണപ്പെടാറുള്ളത്. ജോലിക്ക് മുമ്പ് ഒരു 20 മിനിറ്റ് നേരത്തേക്ക് വേഗത്തിൽ നടക്കുന്നതുകൊണ്ട് 1 കപ്പ് കാപ്പി കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഊർജവും കൂടുതൽ സന്തുലിതാവസ്ഥയും നിങ്ങളുടെ തലച്ചോറിന് പ്രദാനം ചെയ്യുവാൻ കഴിയും. നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ 150 മിനിറ്റ് വ്യായാമം ചെയ്യുക. മീറ്റിങ്ങുകൾ നടക്കുന്നതിനിടെ ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നടന്നുകൊണ്ട് ചെയ്യുവാൻ ശ്രമിക്കുക. ജോലിസ്ഥലത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടെ ശരീരം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രദ്ധിക്കുക. 1ാമത്തെ പോയിന്റ്, ബേൺ ഔട്ട് വരുന്നതിന് പ്രധാന കാരണമായ സമ്മർദ്ദം അതിനു മുമ്പ് നിയന്ത്രിക്കുവാൻ ശ്രമിക്കുക. ദീർഘകാല സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം ജൈവികമായ ബയോളജിക്കലായിട്ടുള്ള ഏജിംഗ് പ്രോസസ്സിനെ വർദ്ധിപ്പിക്കുന്നു. കോർട്ടിസോൾ സ്ഥിരമായ നിലയിൽ ഉയർന്ന് കാണപ്പെടുമ്പോൾ ഓർമ്മശക്തിയും ശ്രദ്ധയും മാനസിക സ്ഥിരതയും ബാധിക്കപ്പെടുന്നു. ബേൺ ഔട്ട് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് ചെറിയ ചെറിയ സമ്മർദ്ദങ്ങൾ കൂടിച്ചേരുമ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ്. ഉദാഹരണത്തിന് ക്ഷീണം, അസ്വസ്ഥത, ഉറക്കക്കുറവ്, ജോലിയിലുള്ള താല്പര്യക്കുറവ്, ജോലി ഇഷ്ടപ്പെടാത്ത അവസ്ഥ, ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ കൂട്ടുകാർ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, ഇവരെ ഒന്നും
ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ പിന്നീട് സ്ഥിരമായ ബേൺ ഔട്ടിലേക്ക് നയിക്കുന്നു എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ആഴ്ചയും സ്വയം ചോദിക്കുക, എന്താണ് എൻ്റെ ഊർജം ചോർത്തുന്നത്, എന്താണ് എന്നെ പുനരുജ്ജീവിപ്പിക്കുന്നത്, എന്തൊക്കെ ഊർജം ചോർത്തുന്നവ ലളിതമാക്കുവാനോ അതല്ലെങ്കിൽ ഒഴിവാക്കുവാനോ എനിക്ക് കഴിയും. ഈ ചോദ്യങ്ങൾക്ക് ആഴ്ചയിലൊരിക്കൽ ഉത്തരം കണ്ടെത്തി അതിനെ അടുത്ത ആഴ്ചയിലേക്ക് പ്രായോഗികമാക്കുവാൻ ശ്രദ്ധിക്കുക. മസ്തിഷ്കത്തെ ഭാവിക്കായി സംരക്ഷിക്കുന്നത് വാർദ്ധക്യത്തെ ഒഴിവാക്കാനല്ല, മറിച്ച് ശരീരത്തിൻ്റെയും നമ്മുടെ തലച്ചോറിൻ്റെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും തലച്ചോറിനെ ഊർജ്ജസ്വലമായി വെച്ചുകൊണ്ടിരിക്കുവാനും തലച്ചോറിനെ വാർദ്ധക്യം ബാധിക്കുവാതിരിക്കാനും നമ്മുടെ കഴിവുകൾ കൂടുതൽ നല്ല രീതിയിൽ പരിപോഷിപ്പിക്കാനുമെല്ലാമാണ് നമ്മൾ മസ്തിഷ്കത്തെ സംരക്ഷിക്കുന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. വാഗസ് നാഡിയെ പരിശീലിപ്പിക്കുക, ശരിയായ പോഷണം ഉറപ്പാക്കുക, വിശ്രമത്തിന് പ്രാധാന്യം നൽകുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഉറക്കം മെച്ചപ്പെടുത്തുക, വ്യായാമം സ്ഥിരമാക്കുക, സമ്മർദ്ദം കുറയ്ക്കുക. ഈ ശീലങ്ങൾ നിങ്ങളുടെ മാനസിക പ്രശ്നങ്ങളെയും മാനസിക സ്ഥിരതയെയും തൊഴിൽ ക്ഷമതയെയും വർഷങ്ങളോളം നിലനിർത്തുവാൻ സഹായിക്കും. ഇവയിൽ ഏത് തന്ത്രമായിരിക്കും നിങ്ങൾ ഇന്നു മുതൽ പ്രാവർത്തികമാക്കാൻ പോകുന്നത് എന്നത് കമൻറ്റ് ബോക്സിൽ എഴുതി എന്നെ അറിയിക്കുമല്ലോ. ഞാൻ മാനസിക സമ്മർദ്ദം, പാനിക്, ആങ്സൈറ്റി, ഡിപ്രഷൻ, OCD എന്നിവയെ CBT തന്ത്രങ്ങൾ ഉപയോഗിച്ച്, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തന്ത്രങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ നിങ്ങൾക്ക് സ്വയം നേരിടാം, ശരിയാക്കാൻ ശ്രമിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.